നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ യുവാക്കളെയും ജനസികളെയും ഒക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഉപമിച്ചിട്ടുള്ളത് പാരാസൈറ്റുകളോടും കോക്രോച്ചുകളോടുമാണ്. അതായത് നമ്മുടെ സൊസൈറ്റിക്ക് യാതൊരു ഉപകാരവും ചെയ്തു തരാത്ത പരാദജീവികളായിട്ടാണ് ഇവരൊക്കെ ഈ യുവാക്കളെ കാണുന്നത്, അല്ലെങ്കിൽ പുതിയ ജനറേഷനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി നമ്മുടെ ഈ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യറി എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട് 365 അല്ലെങ്കിൽ 364 ദിവസമാണ് ഒരു വർഷത്തിലുള്ളത്. ഇപ്പോൾ 2025 സുപ്രീം കോടതി ആകെ വർക്ക് ചെയ്തിട്ടുള്ളത് 190 ദിവസം മാത്രമാണ്. അതായത് മോർ ദാൻ 175 ഡേയ്സ് അവർ ലീവിലാണ് അല്ലെങ്കിൽ വെക്കേഷൻ മൂഡിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, നമ്മുടെ രാജ്യത്ത് കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം 5.5 കോടിക്ക് മുകളിലാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ജുഡീഷ്യറിയിൽ നെപ്പോട്ടിസം, ബോളിവുഡിലുള്ള നെപ്പോട്ടിസത്തിനേക്കാൾ കൂടുതൽ നെപ്പോട്ടിസം ജുഡീഷ്യറിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഹൈക്കോടതി ജഡ്ജിമാരുടെ കണക്കെടുത്ത് നോക്കിയാൽ 1/3 ഹൈക്കോടതി ജഡ്ജിമാരും പരസ്പരം റിലേറ്റീവ്സോ ഭാര്യമാരോ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ ആയിട്ട് അധികാരത്തിലേക്ക് കയറി വരുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. പിന്നെ എങ്ങനെയാണ് യുവാക്കൾക്ക് ജോലി ഉണ്ടാവുക? പിന്നെ എങ്ങനെയാണ് ആ യുവാക്കൾ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാതിരിക്കുക? അപ്പോൾ സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആണ് എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്.